ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് മാൻഹോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മാൻഹോൾ കൊടുക്കുന്നത്, എങ്ങനെ കൊടുക്കണം എന്ന ഡീറ്റെയിൽസ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-2 ബാത്റൂമുകൾ മുകളിലത്തെ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും വരുന്ന ബാത്റൂമുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ ബെറ്റർ എല്ലാം കൂടി ഒന്നിച്ച് ഒരു മാൻഹോൾ സിസ്റ്റം കൊടുക്കുക. ആ മാൻഹോൾ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏത് ബാത്റൂമിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അല്ലെങ്കിൽ ഏത് ബാത്റൂമിൽ നിന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്യില്ല. ഇനി അത് മാത്രമല്ല, അതായത് ടാങ്ക് നിറഞ്ഞിട്ടാണോ, ടാങ്കിൽ നിന്നാണോ ബ്ലോക്ക് വരുന്നത്, ഇനി ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്നാണ് ബ്ലോക്ക് വരുന്നതെന്ന് നമുക്ക് ഓരോ സെക്ഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ മാൻഹോൾ സിസ്റ്റം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതായത് മുകളിലത്തെ ബാത്റൂമിലേക്ക് വന്ന് വരുന്നതും പിന്നെ അതുപോലെ തന്നെ താഴെ വരുന്ന 2 ബാത്റൂമുണ്ട്. അത് 2 എയർ കൊടുത്തിട്ട് കാണാൻ സാധിക്കും. അത് 2 കുളിക്കുന്ന വെള്ളത്തിൻ്റെയാണ് വരുന്നത്. അതിൻ്റെ ചേർന്ന് വന്നിരിക്കുന്ന 4-inch 2 പൈപ്പ് കണ്ടോ, ആ ചാക്ക് വെച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നതാണ്. അത് മണ്ണ് കയറാതെ വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അവിടെ കറക്റ്റ് കട്ട കെട്ടി ഒരു മാൻഹോൾ സിസ്റ്റം ആക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ലെവലിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ 2 പൈപ്പ് വന്നിരിക്കുന്നത് മുകളിലത്തെ ബാത്റൂമിൽ നിന്നും താഴത്തെ ബാത്റൂമിൽ നിന്നും സെപ്പറേറ്റ് 2 പൈപ്പുകൾ, 4-inch പൈപ്പ്, അതായത് 110 mm 2 പൈപ്പുകൾ ഇറക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒറ്റ പൈപ്പ് ഔട്ടായിട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ചാക്ക് വെച്ച് മൂടിയേക്കാണ്, കാരണം മണ്ണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മണ്ണ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്തതിന് ശേഷം സ്ലോപ്പ് വയ്ക്കുക. അതായത് ഈ പറയുന്ന 2 പൈപ്പ് നമ്മൾ ബാത്റൂമിൽ നിന്ന് വരുന്നതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്നായിരിക്കണം നമ്മൾ ഔട്ട് പോകുന്ന പൈപ്പ് കൊടുക്കേണ്ടത്. അതായത് സിമ്പിളായിട്ട് ഉദ്ദേശിച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകുന്ന രീതിയിൽ തന്നെ, എന്നാൽ ഓവറായിട്ട് സ്ലോപ്പ് കൊടുക്കാൻ പാടില്ല. കറക്റ്റ് സ്ലോപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ പൈപ്പ് ഔട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇനി അതിന് ശേഷം ഈ പറയുന്ന സ്ക്വയർ കട്ടിങ്ങിൽ ആ ഒരു പൈപ്പ് സൈഡിലേക്ക് മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു 2-inch പൈപ്പ്. അത് അതിൻ്റെ ഉള്ളിൽ വരരുത്, മാൻഹോളിൻ്റെ അകത്ത് വരരുത്, അല്ലാത്ത രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അത് കറക്റ്റ് ചെയ്ത് കട്ട കെട്ടി ചെറിയൊരു സ്ക്വയർ കെട്ടിയതിന് ശേഷം ആ സ്ക്വയറിൻ്റെ അകത്ത് മാൻഹോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒഴുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം, കർവ് ചെയ്തിട്ടായിരിക്കണം മാൻഹോൾ ചെയ്യുന്നത്. മാൻഹോൾ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മുകളിൽ നിന്നുള്ള പൈപ്പുകളും ബാത്റൂമിൻ്റെ എല്ലാ പൈപ്പുകളും നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്യാതെ സെപ്പറേറ്റ് ഒരു മാൻഹോൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ബാത്റൂം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും മുകളിലത്തെ ബാത്റൂമാണോ അതല്ലെങ്കിൽ കുഴിയിൽ നിറഞ്ഞിട്ടാണോ വരുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മാൻഹോൾ സിസ്റ്റം തുറന്ന് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, ക്ലോസറ്റിൽ നിന്ന് കൂടുതൽ ബ്ലോക്ക് വരുന്നത്, ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്ന് കൂടുതൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് പാഡ് കാര്യങ്ങളിട്ട് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫ്ലഷിലൂടെ അത് ക്ലോസറ്റിൻ്റെ ഔട്ടിലൂടെ ഈ പാഡ് കാര്യങ്ങളൊന്നും ഇറങ്ങിപ്പോവില്ല. ഇനി ഇറങ്ങിപ്പോയാൽ തന്നെയാണെങ്കിൽ ഈ പറയുന്ന 4-inch വന്ന് ടൈറ്റാവും, അല്ലെങ്കിൽ മാൻഹോളിൽ വന്ന് ടൈറ്റായി കിടക്കും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ മാക്സിമം പാഡ് കാര്യങ്ങൾ ഫ്ലഷ് ചെയ്യാതിരിക്കുക. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന നമ്മൾ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഫ്ലഷ് എവിടെ നിന്ന് ബ്ലോക്ക് വരുന്നതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാൻഹോൾ സിസ്റ്റം വളരെ ഉപകരിക്കുന്നതാണ്. മാൻഹോൾ സിസ്റ്റം 1-2 കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏത് സെക്ഷനിലാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് ലെങ്ത്ത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, അതായത് ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റ് പോകുന്നത് കുഴിയിലേക്ക് ഒരുപാട് ലെങ്ത്ത് വരുന്ന 2 മാൻഹോളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇനി അതല്ലെങ്കിൽ മാൻഹോൾ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഡോർ കപ്ലർ ഉപയോഗിച്ച് നമുക്ക് എപ്പോഴെങ്കിലും അത് ആ കപ്ലർ ഉപയോഗിച്ചിട്ട് അതിന് ചെറിയ സ്ക്വയർ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കതിൻ്റെ മുകളിൽ ഡോറാണ് വരുന്നത്, കപ്ലർ ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുള്ള ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel